ചെയ്യണം, അവരോട് നീതി പുലർത്തണം എന്നാണ് ഖുർആൻ പറയുന്നത്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ഹദിയ്യത്തി ലിൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികൾക്ക് ഹദിയ കൊടുക്കുന്നതിൽ പറയുന്ന അധ്യായം. ബഹുദൈവ വിശ്വാസികൾ, അതേ, അവർ വേറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ആളുകൾ, അവർക്ക് നമുക്ക് ഹദിയ കൊടുക്കാമോ എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം കൊണ്ടുവരുന്നു. ആ അധ്യായത്തിന്റെ പുറമെ ബാബുൽ ഖബൂലിൽ ഹദിയ്യത്തി മിനൽ മുശ്രിക്കീൻ, ബാബുൽ ഹദിയ്യത്തി ലിൽ മുശ്രിക്കീൻ, ബാബുൽ മുശ്രിക്കീങ്ങൾക്ക് ഹദിയ കൊടുക്കുന്ന അധ്യായം, മുശ്രിക്കീങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഹദിയ സ്വീകരിക്കുന്ന അധ്യായം. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ സൗഹാർദ്ദത്തിലുള്ള ജീവിതം വേണ്ടേ സുഹൃത്തുക്കളെ? അത് രണ്ടിനും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഉഖൈദിർ റോമ എന്ന് പറയുന്ന മുശ്രിക്ക്, അദ്ദേഹം മുസ്ലിമാണ്. ആ മുസ്ലിമായ ഭരണാധികാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്തയച്ചപ്പോൾ സ്വീകരിക്കുകയാണ്. ഇതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായ സഹോദരന് ബഹുദൈവ വിശ്വാസിക്ക് അങ്ങോട്ട് ഹദിയ കൊടുക്കുകയാണ്. അപ്പൊ ബഹുദൈവ വിശ്വാസികളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറണമെന്നതും പെരുമാറിയിട്ട് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നതും സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അതിന്റെ പുറമെ ഇമാം ബുഖാരി ഒരായത്ത് ഉദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ വാക്ക്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിഹിം അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഞാനിത് പറയാൻ കാരണം, 2-3 ദിവസം മുമ്പ് ഞാൻ UAE-യിലുള്ളപ്പോ ഒരാൾ എനിക്കൊരു ക്ലിപ്പ് കേൾപ്പിച്ചു. ഒരു അമുസ്ലിം സഹോദരന്റെ ക്ലിപ്പാണ്. അദ്ദേഹം പറയുന്നത് ഖുർആനിൽ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ഒരു അമുസ്ലിം സഹോദരനായ അവരുടെ മതത്തിന്റെ ഒരു നേതാവ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നു. ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ഖുർആൻ അങ്ങനെ തന്നെ കാണുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ പോകാൻ സമ്മതം ചോദിച്ചാണ്. തങ്ങൾ പോട്ടെ, അല്ലാഹു തആല ദീർഘായുസ്സാഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങളെ കൊണ്ട് ഇരുന്നോളി. സുഹൃത്തുക്കളെ, അമുസ്ലിങ്ങളെ കൊല്ലണമെന്ന് തന്നെയാണ് ഖുർആനിൽ പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഞാൻ കുറെ പരിഭാഷ വായിച്ചു നോക്കി എന്ന് ഒരാൾ പറയും. എന്നിട്ട് അയാൾ അവിടെ ഒന്ന് കൂട്ടിച്ചേർത്തു, അങ്ങനെ അല്ല പറഞ്ഞതിന്റെ ഉദ്ദേശമെങ്കിൽ മുസ്ലിം വിദ്വാൻമാർ അത് വിശദീകരിക്കേണ്ടതാണ്. മുസ്ലിം വിദ്വാൻമാര് മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ ഇത് കേട്ടു നോക്കാത്തൊരു തകരാറാണ്. ഞാൻ തന്നെ അൽഹംദുലില്ലാ എന്റേത് തന്നെ ഞാൻ പറയാം. ഏകദേശം ഒരു 5 കൊല്ലം മുമ്പ് കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് ചെന്നൈയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ലക്ഷക്കണക്കിന് CD-കൾ ലോകത്തുള്ള പലരും കേട്ട CD-യാണ്. അതിന്റെ പേര് ഇസ്ലാം ജിഹാദ് ഭീകരത എന്നായിരുന്നു. അത് ഞാൻ കൊടുങ്ങല്ലൂരിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഞാൻ പ്രകാശനം ചെയ്യിച്ചു. അദ്ദേഹത്തോട് അത് കേട്ടുനോക്കാൻ പറഞ്ഞു. അയാൾ കേട്ടതിന് ശേഷം അതിന്റെ കോപ്പി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ എല്ലാ പോലീസുകാർക്കും വിതരണം ചെയ്തു. ഞാനിത് പറഞ്ഞു വന്നത്, ആ CD-യിലടക്കം ഞാൻ ഈ ആയത്ത് ഓതിയിട്ടത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി. ഖുർആൻ സൂക്തമല്ലേ? അല്ലാഹു പറയുന്നു, നിങ്ങളോട് സംഘട്ടനത്തിന് വരാത്ത, നിങ്ങളെ വീടുകളിൽ നിന്ന് അടിച്ചു പുറത്താക്കാത്ത, നിങ്ങളെ നാടുകളിൽ നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കാത്ത, നിങ്ങളോട് സൗഹാർദ്ദത്തിനും സഹകരണത്തിലും രജ്ഞിപ്പിനും കരാറിലുമായി നീങ്ങുന്ന അവിശ്വാസികളായ ആളുകൾ, അമുസ്ലിം സഹോദരന്മാർ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക. അവരോട് നിങ്ങൾ നീതി പുലർത്തുക. അത് അല്ലാഹു വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നീതി പുലർത്തുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ
5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന് ശേഷം ആദ്യമായി പറഞ്ഞ വിധി ഒരമുസ്ലിം സഹോദരന് അനുകൂലമായിരുന്നു. അബ്ബാസ് എന്ന് പറയുന്ന മുസ്ലിം സഹോദരന് പ്രതികൂലമായിരുന്നു. കാരണം അബ്ബാസ് അതാ മുസ്ലിം സഹോദരന്റെ സ്വത്തുക്കൾ അനധികൃതമായി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഖുർആനനുസരിച്ച് തീരുമാനം തരണമെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മുസ്ലിമിന് അനുകൂലമായി തീരുമാനം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഭരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട. ഇന്ത്യ രാജ്യത്ത് അമുസ്ലിം സഹോദരന്മാരുടെ എണ്ണം കൂടുതലുള്ളതിനാൽ മുസ്ലിം പണ്ഡിതന്മാർ എന്തോ ഒന്ന് ഒളിച്ചു വെച്ച് പറയുന്നതാണെന്ന തെറ്റിദ്ധാരണ വേണ്ട. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ അത് തുറന്ന് പറയുക എന്ന സ്ഥലത്ത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ പണ്ഡിതന്മാർ നോക്കൂല. നോക്കുന്ന സമയത്ത് പണ്ഡിതന്മാരാകൂല. അവരെ കർത്തവ്യം അവർക്ക് നിർവഹിക്കണം. മുസ്ലിം ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലെ ഒന്നാമത്തെ വിധി അമുസ്ലിം സഹോദരൻ അനുകൂലമായിരുന്നു. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരതയില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു കേസ് ബോധിപ്പിച്ചു. കേസ് ബോധിപ്പിച്ചത് ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലാണ്. പ്രശ്നം എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പടത്തൊപ്പി വീണുപോയി. അതൊരു മുസ്ലിം സഹോദരന്റെ കൈവശത്തിൽ കണ്ടപ്പോ അതെനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ കൊടുത്തില്ല. കോടതിയിലേക്ക് പോയി, കോടതിയിൽ കേസ് കൊടുത്തു. നിയമം കയ്യിലെടുക്കാൻ പാടില്ല, അത് ഭരണാധികാരിക്കും പാടില്ല. അത് പഠിപ്പിക്കുകയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്. നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് കുറെ പാർട്ടികളുണ്ടല്ലോ, കുറെ സംഘടനകളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിയമം കയ്യിലെടുക്കാത്ത പാർട്ടിക്കാരാരാണ്? എല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നത് എന്താണ്? പച്ചയായി പ്രസംഗിക്കുന്നത് എന്താണ്? അതേ, 1ന് പകരം 10 എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങോട്ട് കൂട്ടത്തിൽ 1നെ കൊന്നാൽ പകരം അങ്ങോട്ട് കൊല്ലുമെന്ന് പരസ്യമായി പ്രസംഗിക്കുകയല്ലേ? കൊല്ലാൻ വേണ്ടി വാളെടുക്കുകയല്ലേ? ബോംബ് നിർമ്മിക്കുകയല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതിന്റെ പേരല്ലേ തീവ്രവാദം? ഒരു നിയമത്തിന് വിധേയമായി ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനറിയാം, എന്റെ പടത്തൊപ്പിയാണ്, എന്നോട് വീണുപോയതാണ്, ഇവനത് കൈവശപ്പെടുത്തിയതാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ബലം പ്രയോഗിക്കുന്നില്ല. കോടതിയിലേക്ക് കേസ് ബോധിപ്പിക്കുകയാണ്. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കേസ് ബോധിപ്പിച്ചപ്പോ ആരാണിത്? അലി ഇബ്നു അബീ ത്വാലിബ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ ഭർത്താവാണ്, ഭരണാധികാരിയാണ്, അത് അഹ്ലു ബൈത്തിന്റെ നേതാവാണ്. എല്ലാ ആദരവും ഉണ്ടെങ്കിലും പ്രതിപക്ഷത്തുള്ളത് ആ മുസ്ലിം സഹോദരനാണെങ്കിലും ആ അന്യായം കൊടുക്കുമ്പോ പ്രതിഭാഗത്തുള്ളവനെ വിസ്തരിക്കേണ്ടതുണ്ട്. അവന് പറയാനുള്ളത് കേൾക്കേണ്ട ഒരു മനസ്സ് കോടതി കാണിക്കേണ്ടതുണ്ട്. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിനക്കെന്ത് പറയാനുണ്ട്? ആ മുസ്ലിം സഹോദരൻ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബിനെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷേ ഈ പടത്തൊപ്പി എന്റേതാണ്, ഈ പടയെങ്കി എന്റേതാണ്, ഇതെന്റെ കൈവശത്തിലുമാണ്. എന്റെ കൈവശത്തിലാണെന്ന് തന്നെ തെളിവാണ്. ഈ പെണ്ണ് എന്താന്നുള്ളതിന് തെളിവ് എന്റെ കീശയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളതാണെങ്കിൽ നിങ്ങൾ 2 സാക്ഷികൾ കൊണ്ടുവരണം, എന്നാലേ നിങ്ങളതാണ് സമർത്ഥിക്കാൻ കഴിയും. എന്റെ കീശയിലുണ്ടാകുമ്പോൾ എന്റെ തന്നെയാണ്. സുഹൃത്തുക്കളെ, അപ്പൊ തെളിവും പറഞ്ഞു, അതിന്റെ പുറമെ എന്റേതാണെന്ന് വാദവും പറഞ്ഞു. ഇനി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തെളിയിക്കേണ്ടത് ഇത് അലി ഇബ്നു അബീ ത്വാലിബിന്റേതാണ്. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളതാണ്, നിങ്ങളെ വാദാണ്. തെളിവെന്താ? 2 സാക്ഷികളുണ്ടോ? നിങ്ങളതാണ്. ഉണ്ടല്ലോ. ആരാ? ഒന്ന് എന്റെ മകൻ ഹസൻ, പിന്നെ ഒന്ന് എന്റെ അടിമ ഖംബർ. ഉടനെ ഇസ്ലാമിന്റെ ജഡ്ജി ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ മകൻ ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മകൻ, അല്ലാഹുവിന്റെ റസൂൽ, സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതാവെന്ന് പറഞ്ഞ വ്യക്തി ഹസൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുക, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ നേതാവ് ഇത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ എന്റെ മോന് സാക്ഷിക്ക് പറ്റൂലേ? ഓ,
മറ്റുള്ള എല്ലാ കേസിലും പറ്റൂ, ഈ കേസിൽ പറ്റൂല. അതെന്താ കാരണം? നിങ്ങൾ ബാപ്പിയായി പോയി. ബാപ്പാക്ക് അനുകൂലമായിട്ട് മകൻ പറഞ്ഞാൽ എടുക്കൂല, ബാപ്പാക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ എടുക്കൂല. മകൻ എത്ര വലിയ മഹാനായിട്ടും കാര്യമില്ല, ബാപ്പാക്ക് അനുകൂലമായി പറഞ്ഞാൽ എടുക്കൂല. അലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം കണ്ട് പഠിക്കൂ മുസ്ലിം ചെറുപ്പക്കാരെ. തീവ്രവാദിയാകാമോ, ഭീകരവാദിയാകാമോ, വർഗീയവാദിയാകാമോ, നിയമം കയ്യിലെടുക്കാമോ? സത്യം കയ്യിലുണ്ടായാൽ തന്നെ എങ്ങനെയാണ് അത് പ്രായോഗിക്കേണ്ടത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നത് സത്യമാണ്, പക്ഷേ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ യഹൂദി അല്ലെങ്കിൽ മജൂസി, അതാ പടത്തൊപ്പി നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നീ എടുത്തോ. കാരണം എനിക്ക് വേറെ സാക്ഷികളില്ല. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. നമ്മളാണെങ്കിലോ നമുക്ക് കള്ളവാദം ഉന്നയിച്ചിട്ട് കോടതി അയാൾക്ക് അനുകൂലം, ആ ഹമുക്കിന് അനുകൂലം, അവന് ഞാൻ കാണിച്ചു കൊടുക്ക ഇരുട്ടിന്റെ മറവിൽ എന്ന ചിന്തയല്ലേ ഇന്നത്തെ തീവ്രവാദികൾക്കുള്ളത്. അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിട്ട് പോലും വർഗീയതയില്ല, നിയമത്തിന്റെ മുമ്പിൽ തലകുനിക്കുകയാണ്. സത്യം മഹാനവറുകളുടെ പക്ഷത്താണ്, പക്ഷേ കോടതിക്ക് കോടതിയുടെ നിയമം പറയാനേ പറ്റൂ. സുഹൃത്തുക്കളെ, അതാ സുറൈഹുൽ ഖാദി കർത്തവ്യം നിർവഹിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോ ആ മജൂസി വിളിക്കുകയാണ്, ഓ അമീറുൽ മുഅ്മിനീൻ പോകല്ല. എന്തേ? ആ പടത്തൊപ്പി നിങ്ങളുടേതാണെന്നതിന് നിങ്ങൾക്ക് വേറെ ഒരു സാക്ഷിയുണ്ട്. അതാരാ? ഞാൻ തന്നെ. എനിക്കറിഞ്ഞൂടെ നിങ്ങളതാണ്? നിങ്ങളോട് വീണുപോയപ്പോ ഞാനിങ്ങ് എടുത്തതല്ലേ, എനിക്കറിയാലോ ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷി പറയും ഇത് നിങ്ങളതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേ, എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ മുസ്ലിം സഹോദരൻ പറയാണ്, ഇതെന്തൊരു മതമാണിത്, ഇതെന്തൊരു നേതൃത്വമാണിത്, ഇതെന്തൊരു കോടതിയാണിത്, ഇതെന്തൊരു നീതിയാണിത്? ഭരണാധികാരിയായ നിങ്ങൾക്ക് പ്രതികൂലമായി, മുസ്ലിം സഹോദരനായ എനിക്കനുകൂലമായി തെളിവ് വെച്ചുകൊണ്ട് മാത്രം വിധിക്കുകയെന്ന നിങ്ങളെ മതത്തിന്റെ നിയമം പരസ്യമായി ഇവിടെ നടപ്പാക്കുന്ന കോടതി, ആ കോടതിയെ നിലനിർത്തുന്ന ഭരണാധികാരിയായ നിങ്ങളെ വ്യക്തിപരമായ നഷ്ടം നോക്കുന്നില്ല, നിങ്ങളും ആ നീതി ഇവിടെ പുലർത്തുകയാണ്. ഇതെന്തൊരു മതമാണിത്? അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനും നിങ്ങളെ മതത്തിൽ ചേരുന്നു. ഇസ്ലാമിന്റെ സുന്ദര മുഖം കണ്ടപ്പോ ഇസ്ലാമിലേക്ക് ആ കള്ളനായിരുന്ന മുസ്ലിം സഹോദരൻ ആകർഷിച്ച് നന്നാവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഭീകര പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും, അതേ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതാ മുസ്ലിമിന്റെ പേരുമിട്ട് പലരും രംഗത്തിറങ്ങിയാൽ ഈ ഇസ്ലാമിനെ ആകർഷിക്കപ്പെടുമോ? അല്ല, ഇസ്ലാം മറ്റുള്ളവരാൽ ചോദ്യം ചെയ്യപ്പെടുമോ? ഇന്നത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇസ്ലാമിന്റെ പേരും വെച്ച് ഭീകരവാദം നടത്തുന്ന ഭീകരവാദികളാണ് കേട്ടോ. അവർക്ക് സ്ഥാനമാനം വേണം, അവർക്ക് കാര്യലാഭം വേണം. ഇസ്ലാമിന്റെ മുഖം എത്ര വികൃതമായാലും അവർക്കൊരു പ്രശ്നമില്ല. ആ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണം എന്താണ് സുഹൃത്തുക്കളെ? ആ അടിസ്ഥാന കാരണം പറയാം. നമ്മളുടെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹു അവതരിപ്പിച്ച ഖുർആൻ, ആ ഖുർആൻ ഗ്രഹിക്കണമെങ്കിൽ ഖുർആൻ പറഞ്ഞ നിബന്ധനകളുണ്ട്. അതിലൊന്നാണ് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബിതങ്ങളുടെ വിവരണം സ്വീകരിക്കണം, ചിന്തിക്കാൻ കഴിയുന്നവരുടെ ചിന്തകളും വേണം. ആ ചിന്തിക്കാൻ കഴിയുന്നവരാരാണ്? അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ ഖുർആൻ തന്നെ പറയുന്നു, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ
ഇല്ലൽ ആലിമൂൻ. പ്രഗൽഭ പണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ ഖുർആനിന്റെ മോഡലുകൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഇമാമിങ്ങൾ മുഖേന ഖുർആൻ മനസ്സിലാക്കണം. നബിതങ്ങളെ പ്രവർത്തനവും വിശദീകരണവും മുഖേന ഖുർആൻ മനസ്സിലാക്കണം. ആ ഖുർആനിൽ ആയത്ത് മുഴുവനും ഓതിത്തന്ന നബിയാണ്. ആ മുസ്ലിം സഹോദരനായ ബഹുദൈവ വിശ്വാസിയുടെ ഹദിയ സ്വീകരിച്ചത് ആ നബിയുടെ സഹാബികളാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് അങ്ങോട്ട് ഹദിയ കൊടുത്തത് ആ നബിതങ്ങളോട് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോഴാണ് ബഹുദൈവ വിശ്വാസിയായ മാതാവിന് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞത്. അതൊക്കെ ബുഖാരിയിലുണ്ട്. അപ്പൊ നബിതങ്ങൾ പഠിപ്പിച്ചത് ബഹുദൈവ വിശ്വാസികളെ അമുസ്ലിങ്ങളെ കൊല്ലാനല്ല. അതുപോലെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതോ, ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? നിയമം കയ്യിലെടുക്കാൻ പാടില്ല. എത്രത്തോളം എന്നറിയോ? സ്വന്തം ബാപ്പയെ കൊല്ലുന്നത് 10 മക്കൾ നേരിൽ കണ്ടാൽ, സ്വന്തം ബാപ്പാൻ ഒരാൾ കൊല്ലുന്നത് ദൂരേന്ന് കാണുകയാണ്, ഓടിപ്പോയി കൈപിടിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കൈപിടിച്ചെടുക്കാൻ വേണ്ടി എത്തിയില്ല, അപ്പോഴേക്ക് കൊന്നുപോയി. എന്നാ ഇസ്ലാമിന്റെ നിയമം എന്താ? ഈ 10 മക്കൾക്കും കൂടി ഈ കൊന്ന കൊലയാളിയെ കൊല്ലാൻ പറ്റുമോ? ഫത്ഹുൽ മുഈനിന്റെ മുതഅല്ലിമീങ്ങൾ മറുപടി പറയണം. തുഹഫ ഓതിയ ആലിമീങ്ങൾ പറയണം, ആ കൊന്ന കൊലയാളിയെ ഈ 10 മക്കൾക്കും കൂടി കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റൂല. ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമ. സുഹൃത്തുക്കളെ, എന്താ കാരണം? നമ്മൾ ഇസ്ലാമാകണം. ഇതിനു മുമ്പൊരിക്കലും ഒരാള് പറഞ്ഞാളൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, ഹേയ്, നമ്മളെ സംഘടനയിൽപ്പെട്ട പലരും കൊല്ലുന്നു, പകരം നമ്മൾ കൊല്ലാതിരുന്നാ പിന്നെ ബാക്കി ഉണ്ടാവുമോ? നമ്മളെ സംഘടന രാഷ്ട്രീയ സംഘടനയല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയുള്ളതല്ല, ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടിയുള്ളതല്ല. ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കാനുള്ളതാ. ഇസ്ലാമിക ശരീഅത്ത് ജീവിതത്തിൽ പകർത്താനുള്ളതാ. മുസ്ലിമായി മുത്തഖിയായി ഈമാനോടെ മരിക്കാനുള്ളതാ. നമുക്ക് ദീനിന്റെ നിയമം മറികടന്നൂടാ. 10 മക്കളും കൂടി ഈ മനുഷ്യനെ കൊല്ലാൻ പറ്റൂല. പിന്നെന്ത് വേണോ? ആ മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കണം, കോടതിയുടെ മുമ്പിൽ കേസ് കൊടുക്കണം, എന്നിട്ട് സാക്ഷികൾ സാക്ഷി പറയണം, കോടതി തെളിവെടുപ്പ് നടത്തണം, എന്നിട്ട് കോടതി വിധിക്കണം. അദ്ദേഹം സമ്മതിക്കുകയോ തെളിവ് മുഖേന ബോധ്യപ്പെടുകയോ ചെയ്താൽ കോടതി വിധിക്കണം ആ മനുഷ്യനെ കൊല്ലണമെന്ന്. എന്നാലേ കൊല്ലാൻ പറ്റൂ, അല്ലാതെ നേരിൽ കണ്ടവന് പകരം കൊല്ലാൻ പറ്റൂല. ഇതല്ലേ ഇമാമിങ്ങൾ പഠിപ്പിച്ച നിയമം. ഈ ഇമാമിങ്ങളെ മറികടന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പരിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതാൻ തുടങ്ങി, ഖുർആനിന് വ്യാഖ്യാനം പറയാൻ തുടങ്ങി, ഖുർആൻ പരിഭാഷകൾ ഇറക്കാൻ തുടങ്ങി, ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും തെളിവ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അമുസ്ലിം സഹോദരന്മാര് തെറ്റിദ്ധരിച്ചു, ഖുർആനിലുള്ളത് അമുസ്ലിമീങ്ങളെ കൊല്ലണമെന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഈ തെറ്റിദ്ധാരണ മുഴുവനും ഇവിടെ ഉണ്ടാക്കിയത് സുഹൃത്തുക്കളെ ഇമാമിങ്ങളെ കൈയൊഴിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാരെ നിയമ നടപടികൾ സ്വീകരിക്കാതെ ഖുർആനിന് വാക്കർത്ഥം പറഞ്ഞുകൊണ്ട് എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന് നോക്കാതെ പരിശുദ്ധമായ ഖുർആനിൽ പല സമയങ്ങളിലും പറഞ്ഞ വാചകങ്ങളുണ്ട്. യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായ പോരാട്ടം, യുദ്ധം നടക്കുന്ന സമയത്ത് ആ മുസ്ലിം രാഷ്ട്രം പിടിച്ചടക്കാൻ വേണ്ടി ആ മുസ്ലിം രാഷ്ട്രത്തിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ മറ്റ് മതക്കാരും അടങ്ങുന്ന മദീനയിൽ വെറും മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. ബദർ നടക്കുന്ന സമയം, ഉഹദ് നടക്കുന്ന സമയം, അങ്ങനെ മുസ്ലിം രാഷ്ട്രം പിടിച്ചെടുക്കാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ കുറെ ശത്രുക്കളായ വിഭാഗം വന്നപ്പോൾ അവരെ നേതൃത്വം, ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നടത്തുകയാണ്. ആ യുദ്ധം നടത്തുന്ന സമയത്ത് യുദ്ധത്തിന് വരുന്ന ആ അമുസ്ലിമീങ്ങളെ യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാര് കൊല്ലുകളയണമെന്ന് പറയുന്ന വഖ്തുലുൽ മുശ്രികീന കാഫാ കമാ യുഖാതിലൂനകും കാഫാ തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അമുസ്ലിം സഹോദരന്മാരെ കൊന്നുകളയണമെന്ന് ഖുർആനിലുണ്ടെന്ന് ഒരു പച്ചയായ ദുർവ്യാഖ്യാനം
ഭീകരവാദികൾ പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോ, അവരെ ഖുർആൻ പരിഭാഷകൾ അത് തോന്നിപ്പിച്ചപ്പോ ആ മുസ്ലിങ്ങളായ പലരും ഖുർആനിനെ തെറ്റിദ്ധരിക്കുകയാണ്, മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ ലോകത്തിന്റെ മുമ്പിലേക്ക് ചിന്തിക്കുന്നവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഒരു സംശയവും അവനുണ്ടാകേണ്ടതില്ല. കാരണം നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യ ഭരിക്കുന്നത് ആരാണ്? UAE ഭരിക്കുന്നത് ആരാണ്? ഒമാന് ഭരിക്കുന്നത് ആരാണ്? അതേ കുവൈത്തും ഖത്തറും ബഹ്റൈനും ഭരിക്കുന്നത് ആരാണ്? അവിടെ മുസ്ലിം രാജാക്കന്മാരല്ലേ, മുസ്ലിം ഭരണാധികാരികളല്ലേ? അവിടുത്തെ നാട്ടുകാരിൽ ഒരൊറ്റ മുസ്ലിം ഇല്ലല്ലോ. എന്നിട്ടും ചോദിക്കട്ടെ, അവിടേക്ക് വിസ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി തൊഴിലെടുക്കാനും അവിടെ വലിയ വലിയ ബിസിനസ് നടത്താനും ആ ബിസിനസ്സിൽ ലഭിക്കുന്ന കോടിക്കണക്കിന് പണം ഇന്ത്യ രാജ്യത്ത് പോലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോകാനും സർവ്വ സൗകര്യവും ചെയ്യുന്നത് മുസ്ലിം ഭരണാധികാരികളല്ലേ? മുസ്ലിമിയക്ക് ഭരണം കിട്ടിയാൽ കൊന്നുകളയണമെന്നാണ് ഖുർആൻ പറയുന്നതെങ്കിൽ ചോദിക്കട്ടെ, വിസ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം സഹോദരന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ കൊണ്ടുപോയി കൊല്ലുകയാണോ ചെയ്തത്? അല്ല തൊഴിൽ കൊടുക്കുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിന് സൗകര്യം ചെയ്യുകയാണോ ചെയ്തത്? ലൈസൻസ് കൊടുക്കുകയാണോ ചെയ്തത്? പണം സമ്പാദിക്കാൻ അവസരം കൊടുക്കുകയാണോ ചെയ്തത്? ആ മുസ്ലിം രാഷ്ട്രങ്ങളുടെ നയനിലപാടുകൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മുസ്ലിം സഹോദരന് ഖുർആനിനെ തെറ്റിദ്ധരിക്കാൻ അവകാശമുണ്ടോ? ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ അവകാശമുണ്ടോ? മുസ്ലിങ്ങൾക്ക് ഭരണമില്ലാത്തത് കൊണ്ട് സൗഹാർദ്ദം പ്രസംഗിക്കുകയാണെന്ന് മുസ്ലിം പണ്ഡിതന്മാരെ പേരിൽ തെറ്റിദ്ധാരണ തോന്നേണ്ടതുണ്ടോ? ഈ കാര്യം ഞാൻ പറയാൻ കാരണം ഖുർആനിനെ സംബന്ധിച്ച് ഇല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ സുന്നത്ത് ജമാഅത്ത് കൈയൊഴിച്ച പുത്തൻവാദികൾ അവസരം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ നാശം ലോകം മുഴുക്കെ ഖുർആനിനും ഇസ്ലാമിനും ഖുർആനെയും ഇസ്ലാമിനെയും അംഗീകരിക്കുന്ന മുസ്ലിമിനും അതാ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ലോകത്തെ പറഞ്ഞു ധരിപ്പിക്കേണ്ടത് കർത്തവ്യമാണ്, കടപ്പാടാണ്. ആ കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാനൊരു മസല പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. നമ്മൾ നല്ല ആട്ടിനെ വാങ്ങും, ഒരു അമുസ്ലിം സഹോദരന്റെ വീട്ടിൽ കൊടുത്തയച്ചാൽ ഒരു കുഴപ്പമില്ല. ആട്ടിന്റെ മാംസം അമുസ്ലിം സഹോദരന്റെ വീട്ടിൽ കൊടുത്തയച്ചാൽ ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവരും മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഒക്കെ നമ്മളോട് രറ്റിപ്പിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ അള്ളാഹിനൊക്കെ പ്രതിഫലവും കിട്ടും. പക്ഷേ ഒരു നിയമമുണ്ട്. എന്താ നിയമം? ഉദ്ഹിയ്യത്തിന്റെ മാംസം, ഉദ്ഹിയ്യത്തിന്റെ മാംസം മസലയാ പറയുന്നത്. ഉദ്ഹിയ്യത്തിന്റെ മാംസം മുസ്ലിം അല്ലാത്തവർക്ക് കൊടുത്തുകൂടാ. ഇപ്പോ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവർ പല സ്ഥലത്തും തീവ്രവാദികളെ ലിസ്റ്റിൽ രംഗത്ത് വരുന്നു, അവരെ പലരും തിരിച്ചറിയുന്നു. അപ്പോ ഇപ്പൊ ഒരു പുതിയ മസല സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ രംഗത്ത് കൊണ്ടുവരിക. എന്താ? ഉദ്ഹിയ്യത്തിന്റെ മാംസം അമുസ്ലിമീർക്കും കൊടുക്കാം. ഓ, നല്ലത് ചമയാനുള്ളൊരു പരിപാടി. അമുസ്ലിമീർക്കും കൊടുക്കാം, സുന്നികളെ അനുവദിക്കൂല. അപ്പൊ ആർക്കാ വർഗീയത എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഗൂഢശ്രമം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നടത്തുന്നുണ്ട്. അവിടെയാ ഞാൻ പറയുന്നത്, നിങ്ങൾ ആട്ടിനേർത്തും പോത്തിനേർത്തുമൊക്കെ ഉദ്ഹിയ്യത്ത് അല്ലാത്ത മാംസം, അഖീഖത്ത് അല്ലാത്ത മാംസം നിങ്ങൾ അമുസ്ലിം സഹോദരന്മാർക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധവും ഇസ്ലാമിലില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്തുകൂടാ, ഉമ്മാനെ തുടർന്ന് നിസ്കരിച്ചുകൂടാ. അത് തങ്ങന്മാരോടുള്ള വർഗീയതയല്ല, അവരോടുള്ള ബഹുമാനമാണ്. അതുപോലെ ഉമ്മാനെ തുടർന്ന് നിസ്കരിച്ചുകൂടാ, അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ഇതുപോലെ പറയട്ടെ, ഒരമുസ്ലിം സഹോദരൻ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് ആട്ടിനെ അർപ്പിച്ചിട്ട് ആ ആട്ടിന്റെ മാംസം നമുക്ക് തന്നാൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ
ഒരമുസ്ലിം സഹോദരൻ അവന്റെ ദേവാലയത്തിൽ വെച്ച് ഒരു ബലികർമ്മം നടത്തിയിട്ട് ആ ബലി മാംസം മുസ്ലിമിന് കൊടുത്തയച്ചാൽ മുസ്ലിമിനെ അവഹേളിക്കലാണ്, മുസ്ലിമിന്റെ വിശ്വാസം ചോദ്യം ചെയ്യലാണ്, മുസ്ലിമിനെ പ്രകോപിപ്പിക്കലാണ്. ഇതുപോലെ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് അതൊരു സാധാരണ അറവല്ല, അതിന്റെ പേര് തന്നെ ബലികർമ്മം എന്നാണ്. അതിനാൽ മുസ്ലിമീങ്ങൾ ബലി നടത്തിയ മാംസം, മുസ്ലിമീങ്ങളുടെ മതകർമ്മമായ ബലികർമ്മം നടത്തിയ മാംസം അമുസ്ലിം സഹോദരന് കൊടുത്തയക്കുന്നത് അവനെ പ്രകോപിപ്പിക്കലാണ്. അല്ലെങ്കിൽ പുത്തൻവാദികൾ പറയട്ടെ, ഒരു ദേവാലയത്തിൽ നിന്ന് ബലികർമ്മം നടത്തിയിട്ട് മാംസം കൊടുത്തയച്ചാൽ നിങ്ങൾ തിന്നുമോ, നിങ്ങൾ കഴിക്കുമോ? അത് കഴിക്കൂല എന്നാണ് മൗലവിമാര് പറയുന്നതെങ്കിൽ നമ്മളെ ബലികർമ്മം നടത്തിയ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുത്തയക്കുന്നത് അവരെ പ്രകോപിപ്പിക്കലാണ്. ഈ വസ്തുത മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാര് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏത് വേഷത്തിൽ വന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ഉള്ളുകള്ളികൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. മുസ്ലിമീങ്ങളെ, അത് കയ്യടി കിട്ടാനല്ല, തക്ബീർ ചൊല്ലിയിട്ട് ഞെളിയാനല്ല, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അവന്റെ ദീനിന്റെ ദഅവത്ത് നടത്തൽ അതാ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. അതിന്റെ ഭാഗമായി നടക്കുന്ന നമ്മുടെ മുസ്ലിം